ഹായ് ഹലോ. ഇന്ന് നമുക്ക് കുറച്ച് വെള്ള തിരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് അതൊന്ന് കുക്ക് ചെയ്യുന്ന വീഡിയോ കണ്ടാലോ. ആദ്യം തന്നെ അടുപ്പിലോട്ട് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളവിടെ ചീനച്ചട്ടി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് ഇതിനെ കമൻറ്റ് ചെയ്യണേ. അതിൽ ഇച്ചിരി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓരോരുത്തരുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഇച്ചിരി ഒഴിക്കുന്നുള്ളൂ. ഒന്ന് ജസ്റ്റ് തേങ്ങയൊന്ന് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഞാൻ ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി പാടായിരുന്നു. എന്നാലും ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മൂത്ത് വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ ഇളക്കണം കേട്ടോ, അടി പിടിച്ച് പോകരുത്. ഞാൻ എടുത്ത തേങ്ങ ഇച്ചിരി ഇളതായിരുന്നു. എന്നാൽ നിങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല തേങ്ങ എടുക്കണേ. ഞാൻ മൊബൈൽ ഒരു കയ്യിൽ പിടിക്കുന്നതുകൊണ്ട് ചട്ടി തെന്നി മാറുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നല്ലതുപോലെ ഞാൻ വറുത്ത് അതൊരു നല്ലൊരു ബ്രൗൺ കളറാവണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ എല്ലാവരും. എന്നിട്ട് ഇങ്ങനെ വരണം. ഈ ഒരു റെഡ് കളറ് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇതിൽ ഈ വെളുത്ത് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇങ്ങനെ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തായിട്ടത്. അപ്പോൾ അത് മൂത്ത് വരാനായിട്ട് പാടായിരുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയാണ് ഞാനത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ അതിൽ ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ അതൊന്ന് വറുത്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മൂത്ത് വരിക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് തിരച്ചിക്ക് ഇതുപോലെ തേങ്ങ വറുത്ത് തന്നെയാണ് അരയ്ക്കുന്നത്. എനിക്കറിയത്തില്ല. ഇവിടെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എൻ്റെ അറിവിലുള്ള ഏകദേശം ആൾക്കാരും ഇങ്ങനെയാണ് തിരച്ചി വയ്ക്കുന്നത്. അതിനുശേഷം ഒരിച്ചിരി പുളി ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ പുളിപ്പ് നിങ്ങൾക്ക് എത്ര ആവശ്യമാണ് അതനുസരിച്ച് ഇടാം. എനിക്കിച്ചിരി പുളി ഉപ്പൊക്കെ ആവശ്യം കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു 2-3 ഒരു കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. ഇതിന് ഓൾറെഡി തന്നെ നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അല്ലാതെ അരയ്ക്കാനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പലരും പല രീതിയിലാണ് അരയ്ക്കുന്നത്. ഞാനിച്ചിരി പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നത്. എന്നിട്ട് ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കുക. ചട്ടി കിടക്കുന്ന ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലതൊന്ന് വറ്റി വെള്ളത്തിൻ്റെ ഒരു ഇതേ കാണാത്ത രീതിയിലാണ് ഇതേപോലെ ആവണം. ആയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ പലർക്കും പല രീതിയിലാണ്. ചിലർ എണ്ണ അധികം ഉപയോഗിക്കാത്തവർ കാണും. ഞങ്ങളെ വീട്ടിൽ എണ്ണ അധികം ഉപയോഗിക്കാത്തതാണ്. പക്ഷേ ഞാൻ ഇതിൽ ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3-4 സ്പൂണ് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ചില ആൾക്കാർ ഇടുന്നവരുണ്ട്, ഇടാത്തവരുമുണ്ട്. സാധാരണ ഞാൻ മീൻകറിക്ക് അധികം കടുകൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. പക്ഷേ ഇതിന് ഞാൻ ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട്. പൊതുവേ കടുക് ഉപയോഗം കുറവാണ് വീട്ടിൽ. ഇത് കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന്, ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ കറിവേപ്പില മരമുണ്ട്. അപ്പം ഞാൻ ആ കാര്യത്തിൽ വലിയ മനസ്സാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ എല്ലാത്തിലും ഞാൻ കറിവേപ്പില വാരി തള്ളുന്ന ഒരാളാണ്. അങ്ങനെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം പച്ചമുളക് ഒരു 3-4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എണ്ണയിൽ. അതങ്ങനെ വലിയ മൂക്ക് അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ഇട്ടതിന് വേണ്ടിയിട്ട് ഇളക്കുക എന്നുള്ളതുണ്ടല്ലോ, അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണമെന്ന്. ഞാൻ ഒരു കയ്യിൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെത് ഫുള്ളായിട്ടൊന്നും എടുത്തിടാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പിന്നെ അത് വെച്ചിട്ട് വീണ്ടും ആ കൈ കൊണ്ടാണ് എടുത്തിടുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച് ബ്രൗൺ ഒന്ന് വാടിക്കിട്ടണം, ഒന്ന് ബ്രൗൺ കളറാവണം. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അരപ്പൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും അതിൽ കിടന്ന് തന്നെ നല്ലതുപോലെ തിളച്ച് കുക്കായിക്കോളും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാടി അതിൻ്റെ ഒരു ബ്രൗൺ കളറിൽ ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറണം, അത്രയും മതി. അതിനുശേഷം നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പലർക്കും പല അളവിനാണ് ഉപ്പ്. എനിക്ക് ഇച്ചിരി ഉപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉപ്പും പുളിയൊക്കെ കൂടുതൽ ആവശ്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഉപ്പ് വാരിക്കോരി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഉപ്പെല്ലാം നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരണം.
അതൊന്ന് വഴണ്ട് ഒരാവശ്യത്തിനുള്ളൊരു കളർ ചേഞ്ച് വരണം. അതിനുശേഷം തക്കാളിയും മുരിങ്ങയ്ക്കയും നമ്മൾ അരിഞ്ഞ് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 2 ചെറിയ തക്കാളിയും 1 മുരിങ്ങയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ തക്കാളി ഇടുന്നത് കുറച്ച് നല്ലതായിരിക്കും. മുരിങ്ങയ്ക്ക ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും, ചില ആൾക്കാരുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇടണ്ട, കുഴപ്പമൊന്നുമില്ല അതിന്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പുണ്ടായിരുന്നു, ഇതിന് വറുത്തരച്ചില്ലേ, അതിനെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ രണ്ടാമത് പോയി വെള്ളം എടുത്തിട്ട് ആണ് വീണ്ടും ആ അരപ്പ് ബാക്കിയും കൂടെ ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ വീട്ടമ്മമാരും മീൻകറിയൊക്കെ വയ്ക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ടിങ്ങനെ ബബിള് പോലെ ഇങ്ങനെ വന്നു തുടങ്ങുന്ന ഒരു ടൈമുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമായിട്ടുള്ള തിരച്ചി മീനിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പല നാട്ടിലും പല പേരുകളായിരിക്കും. നമ്മളിവിടെ തിരച്ചി എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് വെള്ള തിരച്ചിയാണ്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകളെല്ലാം ഇട്ട് ചേർത്ത് കൊടുക്കുക. അത് നല്ലതുപോലെ വേവണം, തിരച്ച് നല്ല വേവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് അങ്ങനെ കൊഴിഞ്ഞു പോരുത്, എന്നിരുന്നാലും വേഗം വേണം. അതുപോലെ അത് ഇച്ചിരി വറ്റി വരണം. ഞാൻ ഇച്ചിരി വെള്ളമായിട്ട് വെച്ചേക്കുന്നത് ഇച്ചിരി വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വറ്റാനായിട്ടുണ്ട്. നല്ല തിളച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. കണ്ടോ, തിളച്ച് വറ്റിയപ്പം കണ്ടോ കളറ് ചേഞ്ച് ആയത്. മീനിന് കുറച്ചൊരു റെഡിഷ് കളർ വന്നു. അതിന് ശേഷം നമ്മൾ അതൊന്ന് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കടുക് വറുക്കണം. അത് ചെയ്യുന്നവരുണ്ടാവാം, അത് ചെയ്യാത്തവരുണ്ടാവാം. ഞാൻ ഒന്ന് ജസ്റ്റ് കടുക് വറുക്കാറുണ്ട്. എല്ലാ മീനിനും ഇല്ല, ചില മീൻ കടുക് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞങ്ങളവിടെ കടുക് വറുക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ കടുക് ഇടാറില്ല. കറിവേപ്പിലയും മാത്രം ഇട്ട് എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് കറി വെച്ച മീൻ കറിയിലോട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ നല്ല തിരച്ചി മീൻ കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. ഇനി അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം. ടാറ്റാ, ബൈ ബൈ.